ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി വെജിറ്റേറിയൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മാംഗോ ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ റൈസിന് ആവശ്യമായ ഒരു സവോളയും കുറച്ച് കാഷ്യൂസും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് സ്ലൈസ് ചെയ്ത ഒരു സവോളയും ചെറുതായി അരിഞ്ഞ ഒരു 4 പച്ചമുളകും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മാംഗോ ബിരിയാണി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്. ഇതിൽ മാങ്ങയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ബിരിയാണിക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഞാനൊരു 3 ക്യാരറ്റ് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിന് കുറച്ചധികം വേവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ബിരിയാണി മസാലയാണ്. ഹോം മെയ്ഡ് ബിരിയാണി മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞ തൈര് വേണം ഉപയോഗിക്കാൻ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റേറിയൻസിന് 100% ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി തന്നെയാണിത്. എന്നാൽ നോൺ വെജുകാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്നാലും സൈഡ് ഡിഷാക്കി ഏതെങ്കിലും നോൺ വെജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കോംബോ തന്നെയാണ് ഈ ബിരിയാണി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത കുറച്ച് ബീൻസും ഒരു 1/2 കപ്പ് ഗ്രീൻ പീസും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വലിപ്പമുള്ള 2 മാങ്ങ ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ചെനച്ച മാങ്ങ വെച്ചാണ് ബിരിയാണി വെക്കുന്നത്. നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് ഒത്തിരി പുളിയാകരുത്, എന്നാൽ ഒത്തിരി മധുരമാകരുത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായി ചോറ് റെഡിയാക്കാനായിട്ട് തിളയ്ക്കാറായ വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഷ് ചെയ്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോറ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ചൂടായ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവിയുടെ പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ചോറ് ഗ്രേവി എന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സെറ്റാക്കിയ റൈസിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കിസ്മിസും കാഷ്യൂസും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ മാംഗോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം.
ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് മിൻറ്റ് മാംഗോ ചട്നിയുടെയും സലാഡിൻ്റെയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി മാംഗോ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഇടുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്